അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് മീറ്റിങ്ങൊക്കെ വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഫലപ്രദമാവുക അവിടെ വന്ന്, കാരണം ആ ജില്ലയിലുള്ള കൂടുതൽ ആളുകൾ ഒരുമിച്ച് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് നിപ്പയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരെയും അന്ന് തന്നെ വിളിച്ചിരുന്നു. മാത്രമല്ല കോഴിക്കോടിന് തൊട്ടടുത്തുള്ള തലശ്ശേരി അതുപോലെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെയെല്ലാം വിളിച്ചിരുന്നു അന്ന്. ഇത് പെട്ടെന്ന് ചെന്ന് ചേരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതിൻ്റെ ഭാരവാഹികളെ വിളിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഞങ്ങളന്ന് വെറ്റിനറി വിഭാഗത്തിലുള്ള ആളുകൾ വിളിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലുള്ളവരെയും ഹെൽത്ത് സർവീസിലുള്ളവരെയും ഒരുമിച്ചിരുത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും, മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. രാത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അപ്പം തന്നെയാണ് പ്ലാനിങ് നടത്തിയത്. അതിനെ അവിടെ കോഴിക്കോട് വന്ന് മീറ്റിംഗ് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് വരിക. നമുക്ക് മുഖാമുഖം കണ്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്പിരിറ്റ് ഓൺലൈനിലാവുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള പദങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതാണ്, ഇപ്പോൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഉള്ളൊരു സന്ദർഭമായിട്ടല്ല നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മുൻപേ ചെയ്തവർക്കുണ്ടാകുന്ന അനുഭവം ഇന്നതാണ്, അതുപോലെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് മാത്രം പറയുകയാണ്. അല്ലാതെ തരം കിട്ടുമ്പം ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയൊന്നും. അതെ, അത് പൊളിറ്റിക്കലായിട്ട് സ്വാഭാവികമായിട്ടും. ഞാൻ പിന്നെ ആ രീതിയിൽ ഞാൻ നേരത്തെ ഇത് കൈകാര്യം ചെയ്തൊരു മന്ത്രി കൂടിയാണ്, CPM-ൻ്റെ പ്രവർത്തകയാണെന്നുള്ളതിൽ ഉപരി അതുകൂടിയാണ്. അപ്പോൾ ഞാനത് ആ രീതിയിൽ കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നില്ല. പക്ഷേ അവിടെ വരേണ്ടത് ആവശ്യമാണ് എന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഈ സാഹചര്യത്തിൽ